Hello dear students, welcome to Target Learning App. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ്, മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്. ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒരു റിവിഷൻ ക്ലാസ് ആണ്. ഓക്കെ, നമ്മൾ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു റിവിഷൻ ക്ലാസ് ആണ്. സോ ഞാൻ ടോപ്പിക്സ്, ഫോക്കസ് ഏരിയ വരുന്ന ടോപ്പിക്സ് ഞാൻ പെട്ടെന്ന് ഡിസ്കസ് ചെയ്യും. മക്കൾ ശ്രദ്ധിച്ചിരിക്കുക. അതിനുശേഷം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായി വരുന്ന ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. സോ ഓൾ ഓഫ് യു പ്ലീസ് ലിസൺ. ശ്രദ്ധിക്കും മക്കളെ. ഇതാണ് നമ്മുടെ ഫോക്കസ് ഏരിയ വരുന്ന മെയിൻ ടോപ്പിക്സ്. മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ, സോളിനോയിഡ്സ്, പിന്നെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂള്, പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് എ സോളിനോയിഡ്, മാഗ്നറ്റിക് പൊളാരിറ്റി, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ബൈ എ കറണ്ട് ക്യാരിങ് സോളിനോയിഡ് ആൻഡ് കറണ്ട് ക്യാരിങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ. ഓക്കെ, പിന്നെ മോട്ടോർ പ്രിൻസിപ്പിൾ, അതിൻ്റെ വർക്കിംഗ്, പിന്നെ മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ, പിന്നെ ഡി സി മോട്ടറിൻ്റെ വർക്കിംഗ്, മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ, സ്ട്രക്ചർ ആൻഡ് വർക്കിംഗ് ഓഫ് മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ. ഇത്രയും ഡീറ്റെയിൽസ് പഠിക്കാനുണ്ട്. സോ ഞാൻ ഒരു ഓർഡറിൽ എന്ത് ചെയ്യാം, നമുക്കിനെ ഡിസ്കസ് ചെയ്യാം. മക്കളെ ശ്രദ്ധിക്കുക, ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചാൽ മതി. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാമിനേഷന് ഫുൾ മാർക്ക്, ഈ സിലബസ് രീതിയിൽ വരുന്ന ക്വസ്റ്റ്യൻ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചാപ്റ്ററിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ മക്കളെ ശ്രദ്ധിക്കണം, ലിസൺ. ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ഒരു കറണ്ട് ക്യാരിങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ, അതിന് ചുറ്റും ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്നുള്ള നമുക്ക് പഠിക്കാനുള്ളത്. മക്കളെ ശ്രദ്ധിക്കുക, ഒരു കറണ്ട് ക്യാരിങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ കൺസിഡർ ചെയ്യാം. ലിസൺ, ഒരു കറണ്ട് ക്യാരിങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ എന്ത് ചെയ്യാം മക്കൾ, കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൽ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന് ചുറ്റും അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി ലൈക്ക് ദിസ്. ഈ രീതിയിലാണ് എന്തുണ്ടാവുക, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. അതിന് ചുറ്റിലുമായിട്ടാണ് എന്തുണ്ടാവുക, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, ആ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ ആ കണ്ടക്ടറിന് ചുറ്റിലും, ഓക്കെ, കോൺസെൻട്രിക് സർക്കിൾസ് എന്ന് പറയും. ഓക്കെ, ഇതാണ് കണ്ടക്ടർ എങ്കിൽ ഇതിന് ചുറ്റിലുമായിട്ടാണ് എന്തുണ്ടാവല്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. ഓൾ ഓഫ് യു ക്ലിയർ? ഇതാണ് കണ്ടക്ടർ എങ്കിൽ ഇങ്ങനെ. ഓക്കെ, ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ ഫിഗറിൽ കാണാം, മാഗ്നറ്റിക് ഫീൽഡ് വരച്ച് കാണാം. ഇതൊരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ആണ്. ഇതൊരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ആണ്. മുകളിലേക്ക് കറണ്ട് പോകുന്നുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ അതുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് അവിടെ വരച്ച ഈ ബ്ലാക്ക് സർക്കിൾസ് വരച്ച എന്താണ്, ഇയാൾ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ക്ലിയർ? നൗ ലിസൺ, ശ്രദ്ധിക്കേ. ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ അതിന് ചുറ്റും ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ഒരു റൂൾ ഉണ്ട്. ഓക്കെ, ഏതാണ്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് പറയും. ഓക്കെ, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. അപ്പൊ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ചാണ് ഒരു കണ്ടക്ടർ, കറണ്ട് ക്യാരിങ് കണ്ടക്ടർ അതിന് ചുറ്റും ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ എന്ത് കാണുക, ഡയറക്ഷൻ കാണുക. സോ ലിസൺ, ഞാൻ പറഞ്ഞു നിങ്ങളോട്, ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ അതിന് ചുറ്റും ഇങ്ങനെ സർക്കുലർ ഷേപ്പിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. അപ്പൊ ഈ സർക്കുലർ ഷേപ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ ഡയറക്ഷന് രണ്ട് ചാൻസ് ഉണ്ട്. ഒന്നുകിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ. ഓക്കെ, ഒന്നുകിൽ ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ്. ഇവിടെ നോക്കിയേ, ഇവിടെ കറക്റ്റ് ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട് അല്ലേ? എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ അത് നമ്മൾ എന്ത് യൂസ് ചെയ്യും, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യും. മക്കളെ വളരെ സിമ്പിൾ ആണ്. ഹോൾഡ് ദ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഇൻ ദ റൈറ്റ് ഹാൻഡ്. ഓക്കെ, കറണ്ട് ക്യാരിങ് കണ്ടക്ടർ എന്ത് ചെയ്യുക, റൈറ്റ് ഹാൻഡിൽ ഹോൾഡ് ചെയ്യുക. ഇൻ സച്ച് എ വേ ദാറ്റ് തമ്പ് ഇൻഡിക്കേറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. അതായത് കറണ്ടിന്റെ ഡയറക്ഷനിൽ നമ്മുടെ തമ്പ് വരത്തക്ക രീതിയിൽ നിങ്ങൾ ആ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ എന്ത് ചെയ്യുക മക്കളെ, ഹോൾഡ് ചെയ്യുക. കയ്യിൽ, വലത്തെ കയ്യിൽ ഹോൾഡ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മറ്റ് വിരലുകൾ, അതർ ഫിംഗേഴ്സ് എൻസർക്കിൾസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ മറ്റ് വിരലുകൾ മടങ്ങുന്നത് എങ്ങനെയായിരിക്കും, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിലായിരിക്കും. സോ യു പ്ലീസ് ലിസൺ. ഇവിടെ കറണ്ട് മുകളിലേക്കല്ലേ, കറണ്ട് മുകളിലേക്കാണെങ്കിൽ ഇതിനെ നിങ്ങൾ ഇങ്ങനെ പിടിക്കുക, തമ്പ് മുകളിലേക്ക് പിടിക്കുക. എന്നിട്ടോ ദാ ലൈക്ക് ദിസ്, ഇങ്ങനെയാണ് ഫീൽഡ് ഉണ്ടാവുക. അങ്ങനെ പറഞ്ഞാൽ ഇവിടുന്ന് ഉള്ളിലേക്ക് കയറും. ഓക്കെ, എന്നിട്ട് ഉള്ളിൽ കൂടെ ഇങ്ങനെ വളഞ്ഞ് വന്നിട്ട് ഇവിടെ നിന്ന് പുറത്തേക്ക് ചാടും. പിന്നെ ഇവിടെ നിന്ന് വളഞ്ഞ് വന്ന് പുറത്തുകൂടെ വളഞ്ഞ് ഇങ്ങനെ വന്ന് വീണ്ടും ഉള്ളിലേക്ക് കയറും. ഈ രീതിയിലാണ് ഇതെന്തുണ്ടാക്കുക മക്കളെ, മാഗ്നറ്റിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യുക, ഉണ്ടാക്കുക. ഇത്രയും ഡീറ്റെയിൽസ് ഓക്കെ ആണോ? അപ്പോൾ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ ഡയറക്ഷൻ എങ്ങനെ കാണാം മക്കളെ, ബൈ യൂസിങ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഓർ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ നോക്കുന്നുണ്ട്. ഇപ്പോൾ തമ്പ് റൂൾ വെച്ച് പറഞ്ഞാൽ മതി, സിമ്പിൾ ആയിട്ട്. നൗ ലിസൺ, ഇത്രയും ഡീറ്റെയിൽസ് മക്കൾക്ക് ഓക്കെ അല്ലേ? സോ ലിസൺ മക്കളെ, അവിടെ കാണിച്ച ഓക്കെ ആണോ? കറണ്ട് മുകളിലേക്കാണ്. സോ ഫീൽഡ് ഇങ്ങനെ പറഞ്ഞാൽ ഇവിടുന്ന് ഉള്ളിലേക്ക് കയറും, പിന്നെ വളഞ്ഞിങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യും, ഇവിടുന്ന് എന്ത് ചെയ്യും, ഉള്ളിൽ കയറിയ സാധനം ഇവിടുന്ന് എന്ത് ചെയ്യും, പുറത്തേക്ക് ചാടും. ഇനി വേറെ ഫീൽഡ് കാണിക്കുകയാണെങ്കിൽ അവിടെ കാണിക്കുകയാണെങ്കിൽ അവിടുന്ന് ഉള്ളിലേക്ക് കയറും, വളഞ്ഞിങ്ങനെ വന്ന് ഇവിടുന്ന് പുറത്തേക്ക് ചാടും, ഇവിടുന്ന് ഇങ്ങനെ പോവും. ശരിയല്ലേ? അപ്പൊ ഈ രീതിയിലാണ് എന്തുണ്ടാവുക മക്കളെ, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. അത് കണ്ടുപിടിച്ച എങ്ങനെയാണ്, ബൈ യൂസിങ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഈസ് ഇറ്റ് ക്ലിയർ? നൗ ലിസൺ മക്കളെ, ഈ കോമ്പസിന്റെ ഒരു സംഭവം കൂടി മക്കൾ പഠിക്കാണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം,
ഒരു കോമ്പസ് നീഡിൽ നമ്മൾ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുന്നു. ഒരു കോമ്പസ് നീഡിൽ നമ്മൾ പ്ലേസ് കൊണ്ടുപോയി വെക്കുന്ന സമയത്ത് അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണോ ആ ഭാഗത്തേക്ക് നമ്മുടെ കോമ്പസിന്റെ നോർത്ത് പോൾ എന്ത് ചെയ്യും, ഡയറക്റ്റ് ചെയ്യും. മക്കളെ ഒന്നും കൂടി, നമ്മൾ ഒരു കോമ്പസ് നീഡിൽ ഒരു പ്ലേസ് കൊണ്ടുപോയി വെക്കുന്ന സമയത്ത് അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആ പോയിന്റിൽ എങ്ങോട്ടേക്കാണോ ആ ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യും, നമ്മുടെ കോമ്പസിന്റെ നോർത്ത് പോൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ നോർത്ത് കാണിക്കുന്ന നീഡിലല്ലേ, ഓക്കെ, ആ നോർത്ത് നീഡിൽ എന്ത് ചെയ്യും, ആ ഭാഗത്തേക്ക് എന്ത് ചെയ്യും, ഡയറക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ നോക്കുക, ഇത് ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ AB. കറണ്ട് റൈറ്റിലേക്കാണ് പോണത്. കറണ്ട് റൈറ്റിലേക്ക് എന്ന് പറയുമ്പോൾ അതുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ ഉണ്ടാവുക, ഇങ്ങനെ വിൽ ബി ലൈക്ക് ദിസ്, ഇങ്ങനെ ചുറ്റിലും ഉണ്ടാവുക, ശരിയല്ലേ? അപ്പോൾ ലിസൺ മക്കളെ ശ്രദ്ധിക്കുക, അപ്പോൾ നോക്കുക, കറണ്ട് ഇങ്ങനെ, സോ ഫീൽഡ് ഇങ്ങനെ ലൈക്ക് ദിസ്, ഇങ്ങനെയാണ് ഫീൽഡ് ഉണ്ടാവുക, ശരിയല്ലേ? ഫീൽഡ് ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ മക്കളെ ശ്രദ്ധിക്കുക, അതിന് വേറൊരു കാര്യം, ഒരു ചെറിയൊരു കാര്യം ഇവിടെ നോക്കിക്കേ, ഇതൊരു കണ്ടക്ടറാ. എങ്ങനെ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഇത് ഉള്ളിലേക്ക് പോവാണ്, ഈ കണ്ടക്ടർ ഉള്ളിലേക്ക് പോവാണ്, ഓക്കെ. സോ അതിന് ചുറ്റും ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി ലൈക്ക് ദിസ്, ഇങ്ങനെയല്ലേ ഫീൽഡ് ഉണ്ടാവുക. ഇത് കണ്ടക്ടർ ഇങ്ങനെയാണ് നിൽക്കുന്നത്, ഓക്കെ. കറണ്ട് ഉള്ളിലേക്കാണെങ്കിൽ ഫീൽഡ് ഇങ്ങനെ ഉണ്ടാവുക, സോ വിൽ ബി ലൈക്ക് ദിസ്, ഫീൽഡ് വിൽ ബി ലൈക്ക് ദിസ്, ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. യു ഗോട്ട് ഇറ്റ്? Now listen, ചോദിക്കട്ടെ മക്കളെ, ഈ ഒരു പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടേക്കാന്ന് ചോദിച്ചാൽ അവിടെ ആ പോയിന്റിൽ നിങ്ങൾ ടാൻജന്റ് വരയ്ക്കുക ആ സർക്കിൾ മേൽ. അപ്പൊ എങ്ങനെ ഉണ്ടാവും മക്കളെ, വിൽ ബി ലൈക്ക് ദിസ്, ഇങ്ങനെ. ഇനി ഒരാൾ ചോദിക്കുകയാണ് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടേക്കാ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ആ പോയിന്റിൽ ഒരു ടാൻജന്റ് വരയ്ക്കുക ആ സർക്കിളിൽ. അപ്പൊ എങ്ങനെ ഉണ്ടാവും മക്കളെ, വിൽ ബി ലൈക്ക് ദിസ്. ഇവിടെ ചോദിക്കുകയാണെങ്കിലോ ടാൻജന്റ് വരയ്ക്കുക, ഇവിടെ ചോദിക്കുകയാണെങ്കിലോ ഇത് വരയ്ക്കുക. അപ്പം ഈ പോയിന്റിൽ ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, ഈ പോയിന്റിൽ ഇതാണ് എന്ത്, ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ഈ പോയിന്റിൽ ഇതാണ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ഈ പോയിന്റിൽ താഴേക്കാണ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഐ ഹോപ്പ് യു ഓൾ ഗോട്ട് ദിസ്. ഈ ഒരു പോയിന്റ് മക്കൾ പഠിച്ചു വെക്കണം. ഏതൊരു പോയിന്റിലെയും ഡയറക്ഷൻ പറയാൻ പഠിക്കണം. അവിടുത്തെ ടാൻജന്റ് വരച്ചാൽ മതി, എന്ത് കിട്ടി, ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് കിട്ടി. നൗ യു പ്ലീസ് ലിസൺ, ഇവിടെ ശ്രദ്ധിക്കുക മക്കളെ. അതായത് ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ അല്ലേ, അതിന് താഴെ കോമ്പസ് നീഡിൽ വെച്ചു. താഴെ കോമ്പസ് നീഡിൽ വെക്കുമ്പോൾ ആ നീഡിലിന്റെ നോർത്ത് പോൾ എങ്ങോട്ടേക്കാണ് ഡയറക്റ്റ് ചെയ്യുക, ആ താഴ്ഭാഗത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഭാഗത്തേക്കാണോ ആ ഭാഗത്തേക്കാണ് ഇതിന്റെ എന്ത്, നോർത്ത് പോൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക. സോ ലിസൺ, കറണ്ട് ഇങ്ങോട്ടേക്ക്, കറണ്ട് ഇങ്ങനെ, സോ ഫീൽഡ് ഇങ്ങനെ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് ചാടി ഇവിടുന്ന് ഉള്ളിലേക്ക് കയറും, ശരിയല്ലേ? ലൈക്ക് ദിസ്, ഇവിടുന്ന് പുറത്തേക്ക് ചാടി അടിയിൽ നിന്ന് ഉള്ളിൽ കയറും. സോ ഇവിടെ ഫീൽഡ് ഉള്ളിലേക്കാണ്. ഉള്ളിലേക്കാന്ന് പറഞ്ഞാൽ അവിടെ വെച്ച കോമ്പസിന് നോർത്ത് എങ്ങോട്ടേക്ക് ഡയറക്റ്റ് ചെയ്യും, ഉള്ളിലേക്ക് ഡയറക്റ്റ് ചെയ്യും. ഓൾ ഓഫ് യു ക്ലിയർ? കണ്ടോ, കോമ്പസ് നോർത്ത് ഉള്ളിലേക്ക് പോണത് കണ്ടോ, ഇങ്ങനെ തിരിയുന്നത് കണ്ടോ, നോർത്ത്. ഇത് ഇങ്ങനെയുള്ള സംഭവം, ഇതിങ്ങനെ തിരിയാണ്, നോർത്തിലേക്ക് പോകും. ഈ നോർത്ത് എന്ത് ചെയ്യും, ഈ നോർത്ത് ഫീൽഡ് എങ്ങോട്ടേക്കാ, ഉള്ളിലേക്ക്. സോ ഈ നോർത്ത് എന്ത് ചെയ്യും, ഉള്ളിലേക്ക് തിരിയും. ഓൾ ഓഫ് യു ക്ലിയർ? സൗത്തോ ഈ ഭാഗത്തേക്കും തിരിയും. മനസ്സിലായല്ലോ മക്കളെ? ഇനി ഈ കേസ് എടുക്കുകയാണെങ്കിലോ, കറണ്ട് ഇങ്ങനെ, സോ ഫീൽഡ് ഇങ്ങനെ പറഞ്ഞാൽ ഇവിടുന്ന് ഉള്ളിൽ കയറും, ഇവിടുന്ന് പുറത്തേക്ക് ചാടും, ശരി, ഇവിടുന്ന് പുറത്തേക്ക് ചാടുക, അവിടെ ഫീൽഡ് പുറത്തേക്കാണ്, ഇങ്ങനെ ഫീൽഡ് വരുന്നത്. അപ്പൊ നോർത്ത് പോൾ എങ്ങോട്ടേക്കാണ് ഡയറക്റ്റ് ചെയ്യുക, ഈ ഭാഗത്തേക്ക്. കണ്ടോ, നോർത്ത് പുറത്തേക്ക് ചാടാ, ഇങ്ങനെയുള്ള സംഭവം ഇങ്ങോട്ടേക്ക് തിരിയും. നോർത്ത് ഇങ്ങോട്ടേക്ക്, ഇത് നോർത്ത് ആണെങ്കിൽ നോർത്ത് ഇങ്ങനെ നിൽക്കും, കാരണം ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് പുറത്തേക്കാണ്, ഇവിടെ ഫീൽഡ് ഉള്ളിലേക്കാണ്. യു ഗോട്ട് ഇറ്റ്? അപ്പം കോമ്പസ് നീഡിൽ വെക്കുമ്പോഴുള്ള കാര്യം ഓക്കെ അല്ലേ? ഫൈൻ. നെക്സ്റ്റ് മക്കളെ, അടുത്ത് നെക്സ്റ്റ് വൺ ഈസ് സോളിനോയിഡ്. ഒരു സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? A solenoid is an insulated wire wound in the shape of an helix. ഒരു ഹെലിക്കൽ ഷേപ്പിൽ, ഹെലിക്സിന്റെ ഷേപ്പിൽ ഒരു ഇൻസുലേറ്റഡ് കോപ്പർ വയർ അല്ലെങ്കിൽ കണ്ടക്ടിംഗ് വയർ എന്താണ്, നമ്മൾ ചുറ്റിയെടുത്ത വൗണ്ട് ചെയ്ത ഒരു ക്രമീകരണം, ഒരു അറേഞ്ച്മെന്റ് ആണ് മക്കളെ സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ. സോ വാട്ട് ഈസ് സോളിനോയിഡ്? എ സോളിനോയിഡ് ഈസ് ആൻ ഇൻസുലേറ്റഡ് വയർ, ഒരു കണ്ടക്ടിംഗ് വയർ ആയിരിക്കും കേട്ടോ, wound in the shape of an helix. ഒരു ഹെലിക്സിന്റെ ഷേപ്പിൽ ചുറ്റിയെടുത്ത എന്താണ്, ഒരു കണ്ടക്ടിംഗ് വയർ ആണ്, ഒരു ഇൻസുലേറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ ഇൻസുലേഷൻ ഉണ്ടാവും, ഓക്കെ. അതാണ് സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ. ഒരു സോളിനോയിഡിലേക്ക് നമ്മൾ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ സോളിനോയിഡ് ചുറ്റിലും എന്തുണ്ടാക്കും മക്കളെ, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും അല്ലേ, വിൽ ബി ലൈക്ക് ദിസ്. അപ്പോൾ ഒരു കറണ്ട് ക്യാരിങ് സോളിനോയിഡ് അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ ആ മാഗ്നറ്റിക് ഫീൽഡ് നോക്കി മക്കളെ, ആരെപ്പോലെ തന്നെയാണ് ഒരു ബാർ മാഗ്നറ്റ് അതിന് ചുറ്റും ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ പോലെ തന്നെയാണെന്ത്, ഒരു കറണ്ട് ക്യാരിങ് സോളിനോയിഡ് എന്തുണ്ടാക്കുക, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുക അല്ലേ. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, ഒരു കറണ്ട് ക്യാരിങ് സോളിനോയിഡ് ഒരു ബാർ മാഗ്നറ്റ് പോലെ ആക്ട് ചെയ്യുന്നുള്ള കാര്യം മനസ്സിലായി. യു ഗോട്ട് ഇറ്റ്? ഓക്കെ. നൗ ലിസൺ, ഇനി മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കറണ്ട് ക്യാരിങ് സോളിനോയിഡ് അതിന് ചുറ്റും ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡില്ലേ, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്?
ഒന്ന് അതിൽ കൂടെ ഒഴുകുന്ന കറണ്ട്. അതിൽ കൂടെ ഒഴുകുന്ന കറണ്ട് കൂടിക്കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യും? കൂടും. രണ്ടാമത്തെ ഫാക്ടർ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. എന്താണ്? നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. ഇതാണ് സെക്കൻഡ്. ഓക്കെ, എന്താണ്? നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് രണ്ടാമത്തെ ഫാക്ടർ. നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് പറഞ്ഞാൽ എന്താ? യൂണിറ്റ് ലെങ്ത്തിലുള്ള ചുറ്റുകളുടെ എണ്ണം. 1 മീറ്റർ ലെങ്ത്തിൽ എത്ര ചുറ്റുണ്ടോ അത്. All of you clear? നമ്പർ ഓഫ് ടേൺസ് അല്ല, നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് രണ്ടാമത്തെ ഫാക്ടർ. ഇനി ഒരു കറണ്ട് ക്യാരിങ് സോളിനോയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അടുത്ത ഫാക്ടറാണ് മക്കളെ എന്ത് അറിയോ? അതിൻ്റെ ഉള്ളിലുള്ള നേച്ചർ ഓഫ് കോർ മെറ്റീരിയൽ. എന്താണ്? അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചിലപ്പോൾ എന്തിനെ പ്ലേസ് ചെയ്യാറുണ്ട്? ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചിലപ്പോൾ എന്തിനെ പ്ലേസ് ചെയ്യും? നമ്മൾ ഒരു സോഫ്റ്റ് അയൺ കോറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലേസ് ചെയ്യും. സോളിനോയിഡിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഒരു സോഫ്റ്റ് അയൺ, പച്ചിരുമ്പ് എന്ന് പറയും, സോഫ്റ്റ് അയൺ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യും മക്കളെ? വർദ്ധിക്കും. അപ്പൊ എന്താ? പ്രസൻസ് ഓഫ് കോർ മെറ്റീരിയൽ. ഓക്കെ, അല്ലെങ്കിൽ നേച്ചർ ഓഫ് കോർ മെറ്റീരിയൽ, അത് അടുത്ത ഫാക്ടർ. സോ കറണ്ടിന്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ കറണ്ടിന്റെ ഇന്റൻസിറ്റി. രണ്ടാമത്തെ എന്താണ്? നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. മൂന്നാമത്തെ എന്താ മക്കളെ? എന്താണ്? നേച്ചർ ഓഫ് കോർ മെറ്റീരിയൽ. ഇത്രയും ഫാക്ടേഴ്സ് ആണ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുക? ഒരു കറണ്ട് ക്യാരിങ് സോളിനോയിഡ് അതിന് ചുറ്റുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്തിന് എന്ത് ചെയ്യുക മക്കളെ? ഡിപ്പെൻഡ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? നൗ ലിസൺ, ഇനി ശ്രദ്ധിക്കണം. ഇനി പൊളാരിറ്റിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. പൊളാരിറ്റി. നൗ ലിസൺ മക്കൾ ശ്രദ്ധിക്കണം. ഇവിടെ നോക്കിക്കേ, ഇത് നോക്കുക. ഒരു സർക്കുലാർ കറണ്ട് ക്യാരിങ് ലൂപ്പ്. എന്താണ് സർക്കുലാർ? കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യാണ്. ഇത് ക്ലോക്ക് വൈസ് എന്ന് പറയും, ക്ലോക്ക് വൈസ് കറണ്ട്. ഓക്കെ, ക്ലോക്ക് വൈസ് കറണ്ട് ലൂപ്പ് ആണെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന ഭാഗം സൗത്ത് പോൾ ആയിരിക്കും. എന്തായിരിക്കും? സൗത്ത് പോൾ ആയിരിക്കും. എന്നാൽ കറണ്ട് ലൂപ്പ് ഇങ്ങനെ കറണ്ട് ലൂപ്പ് ആന്റി ക്ലോക്ക് വൈസിലാണെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ആണ്. ആന്റി ക്ലോക്ക് വൈസ് ആണ് മക്കളെ. ഇത് എന്ത് പോൾ ആയിരിക്കും എന്നറിയോ? നോർത്ത് പോൾ ആയിരിക്കും. എന്ത് പോൾ ആയിരിക്കും? നോർത്ത് പോൾ. നൗ ലിസൺ, നിങ്ങൾ ഇതിനെ ഇവിടുന്ന് നോക്കുമ്പോൾ എന്താ? ക്ലോക്ക് വൈസ് കറണ്ടാ. എന്നാൽ ഇതിന്റെ ബാക്ക് പോയി ഇങ്ങോട്ട് നോക്കുമ്പോൾ എന്താ? ആന്റി ക്ലോക്ക് വൈസാ. ശരിയല്ലേ? നോക്കി, ഇത് നിങ്ങൾക്ക് എന്താ? നിങ്ങൾക്ക് ഇത് ആന്റി ക്ലോക്ക് വൈസാ. പക്ഷെ എനിക്ക് എന്താ അറിയോ? ക്ലോക്ക് വൈസാ. അപ്പോൾ ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ക്ലോക്ക് വൈസ് ആകുമ്പോൾ മറ്റേ ഭാഗത്ത് നോക്കുമ്പോൾ എന്തായിരിക്കും മക്കളെ? ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. ഓൾ ഓഫ് യു ക്ലിയർ? റെഡി? സോ ലിസൺ, എന്താ അവിടെ കാണിച്ചിട്ടുണ്ട്, ഞാൻ ഇവിടെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. കണ്ടോ? ഇത് ക്ലോക്ക് വൈസ് കറണ്ട് ആണ്. അതെന്താ? നോക്കുന്ന ഭാഗം സൗത്ത് പോള്. ഇത് ആന്റി ക്ലോക്ക് വൈസ് കറണ്ട് ആണ്. നോക്കുന്ന ഭാഗം എന്താ മക്കളെ? നോർത്ത് പോൾ. സോ ഈ ഭാഗത്തിന്റെ ബാക്ക് സൈഡിൽ പോയി നോക്കിയാൽ എന്തായിരിക്കും? സൗത്ത് പോൾ ആയിരിക്കും. ഈ ഭാഗത്തിന്റെ ബാക്ക് സൈഡിൽ പോയി നോക്കിയാൽ എന്തായിരിക്കും? അത് നോർത്ത് പോൾ ആയിരിക്കും. ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? നൗ ലിസൺ, ഞാൻ ഒരു സോളിനോയിഡ് കൺസിഡർ ചെയ്യാണ്. ഒരു സോളിനോയിഡ് ഇങ്ങനെ കൺസിഡർ ചെയ്യാണ്. ഇങ്ങനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ ഭാഗത്ത് നിന്ന് ഞാൻ നോക്കിയപ്പോൾ അതിൽ കൂടെ ഒഴുകുന്നുണ്ട്, ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ലൈക്ക് ദിസ് സെല്ല് കണക്ട് ചെയ്തു. സോ ഇങ്ങനെ ഒരു കറണ്ട് ഇങ്ങനെ പോയി ഇങ്ങനെ വീഴുന്നുണ്ട്. സോ ലിസൺ, അപ്പോൾ ഇവിടുന്ന് ഞാൻ നോക്കിയപ്പോൾ ഇവിടുത്തെ കറണ്ട് ക്ലോക്ക് വൈസ് കറണ്ടാ. കറണ്ട് ക്ലോക്ക് വൈസ് ആണോ? സൗത്ത് പോൾ. സോ ഇവിടുന്ന് നോക്കുമ്പോൾ കറണ്ട് ക്ലോക്ക് വൈസ് ആണ്. അതുകൊണ്ട് ഇവിടെ എന്ത് പോളാ മക്കളെ? സൗത്ത് പോൾ. ഈ ഭാഗം എന്താ? സൗത്ത് പോൾ ആയിട്ട് ആക്ട് ചെയ്യും. ഇനി നമ്മൾ അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇവിടെ നോക്കുമ്പോൾ എന്തായിരിക്കും മക്കളെ? ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും അല്ലേ? ഇവിടെ നോക്കുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ആണ്. ആന്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ആ ഭാഗം എന്താ മക്കളെ? നോർത്ത് പോളുമായിരിക്കും. ഓൾ ഓഫ് യു ക്ലിയർ? അപ്പോൾ ഇതൊരു ബാർ മാഗ്നറ്റ് പോലെ ആക്ട് ചെയ്യാണ്. ഒരു ഭാഗം സൗത്തും ഒരു ഭാഗം എന്താ മക്കളെ? നോർത്തും ആയിട്ട്. ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് ഓക്കെ അല്ലേ? സോ പൊളാരിറ്റി നോർത്തും സൗത്തും ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചല്ലോ. കറണ്ട് ക്ലോക്ക് വൈസ് ആണെങ്കിൽ സൗത്ത് പോൾ, കറണ്ട് ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ മക്കളെ എന്താണ്? നോർത്ത് പോൾ. ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത കാര്യം മക്കളെ, മോട്ടോർ പ്രിൻസിപ്പിൾ. എന്താണ്? മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ മക്കൾ ശ്രദ്ധിക്കടാ. മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ മക്കൾ ശ്രദ്ധിക്കുക. ഇവിടെ നോക്ക്. ലിസൺ. ഇവിടെ ഒരു ബാറ്ററി ഉണ്ട്, ഇവിടെ സ്വിച്ച് ഉണ്ട്, ഇവിടെ ഇങ്ങനെ രണ്ട് വയറൊക്കെ വന്നിട്ട് ഇതൊരു ഈ AB എന്ന് പറഞ്ഞാൽ ഒരു കണ്ടക്ടറാണ്. ഓക്കെ, AB എന്താണ്? ഒരു കണ്ടക്ടറാണ്. ഈ കണ്ടക്ടർ പ്ലേസ് ചെയ്ത് എവിടെ മക്കളെ? ഒരു ഹോൾഷൂ മാഗ്നറ്റിന്റെ ഉള്ളിലാണെന്ത്? ഈ ഒരു കണ്ടക്ടർ പ്ലേസ് ചെയ്ത് അല്ലേ? നൗ ലിസൺ, ശ്രദ്ധിക്കുക. ഈ ഒരു ഹോൾഷൂ മാഗ്നറ്റ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കാന്താണ്, മാഗ്നറ്റ് ആണ്. അത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹോൾഷൂ മാഗ്നറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിലാണ് ആരുള്ളത്? AB എന്ന കണ്ടക്ടർ ഉള്ളത് അല്ലേ? ഇവിടെ നമ്മൾ സ്വിച്ച് അങ്ങോട്ട് ഓൺ ചെയ്താൽ സംഭവിക്കുക എന്താ മക്കളെ? സ്വിച്ച് ഓൺ ചെയ്താൽ ഒരു കറണ്ട് ഇങ്ങനെ അങ്ങ് ഫ്ലോ ചെയ്യൂലേ? A കൂടെ ഫ്ലോ ചെയ്യും. ഈ വയർ കൂടെ വന്നിട്ട് A നിന്ന് Bയിലേക്ക് വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് അങ്ങ് ഫ്ലോ ചെയ്ത് പോകും. ശരിയല്ലേ? ഓക്കെ, സോ ലിസൺ, സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ AB എന്തായി? കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറായി. അപ്പോൾ AB എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ശരിയല്ലേ?
ബി എന്ന കണ്ടക്ടറും എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി? ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. കാരണം എന്താ? കറണ്ട് ക്യാരിങ് കണ്ടക്ടർ എന്തുണ്ടാക്കും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. ശരിയല്ലേ? ആണ്. സോ എ ബിയും ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ആയതുകൊണ്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ എ ബി ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞത് ശരിക്കും എന്റെ ഉള്ളിലാ, ഈ ഹോഴ്സ്ഷൂ മാഗ്നറ്റ് ഉണ്ടാക്കിയ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിലാ. അപ്പൊ ഹോഴ്സ്ഷൂ മാഗ്നറ്റ് ഉണ്ടാക്കിയ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിലാണ് എ ബി എന്ന കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഉള്ളത്. അപ്പോൾ എ ബി എന്ന കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡും ഈ ഹോഴ്സ്ഷൂ മാഗ്നറ്റ് ഉണ്ടാക്കിയ മാഗ്നറ്റിക് ഫീൽഡും പരസ്പരം ലിങ്കായി. അങ്ങനെ പറഞ്ഞാൽ അവിടെ ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ഓൾ ഓഫ് യു ക്ലിയർ? എടാ മക്കളെ, ഒരു രണ്ട് മാഗ്നറ്റ് എടുക്കുക, രണ്ട് മാഗ്നറ്റ് അടുത്ത് കൊണ്ടുവന്ന ഒന്നുകിൽ അട്രാക്ട് ചെയ്യും അല്ലെങ്കിൽ റിപ്പൽ ചെയ്യാറല്ലേ ഉണ്ട്. എന്താ കാരണം? ഈ രണ്ട് മാഗ്നറ്റും എന്തുണ്ടാക്കുന്നുണ്ട്? രണ്ട് വ്യത്യസ്ത മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അടുപ്പിക്കുന്ന സമയത്ത് ആ രണ്ട് ഫീൽഡും എന്ത് ചെയ്യും? ലിങ്ക് ആവും. അങ്ങനെ ലിങ്ക് ആവുന്ന സമയത്ത് ഒന്നുകിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവും. എന്തായാലും ഫോഴ്സ് ഉണ്ടാവില്ലേ? ഉണ്ടാവും. അപ്പൊ രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് പരസ്പരം അടുത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം മക്കളെ ശ്രദ്ധിക്കണം. ഈ ഒരു ഹോഴ്സ്ഷൂ മാഗ്നറ്റ് ഉണ്ടാക്കിയ മാഗ്നറ്റിക് ഫീൽഡും ഈ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറായ എ ബി ഉണ്ടാക്കിയ മാഗ്നറ്റിക് ഫീൽഡ് പരസ്പരം ലിങ്ക് ആവുന്ന സമയത്ത് അവിടെ അവർക്കിടയിൽ എന്തുണ്ടാവും? ഒരു ഫോഴ്സ് ഉണ്ടാവും, ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ഓൾ ഓഫ് യു ക്ലിയർ? അതാണ് മോട്ടോർ പ്രിൻസിപ്പിൾ. ഓക്കെ, എന്താ മോട്ടോർ പ്രിൻസിപ്പിൾ? ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിൽ വെച്ചാൽ, ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിൽ വെച്ചാൽ ആ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന്റെ മുകളിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അങ്ങനെ ആ കണ്ടക്ടർ ഫോഴ്സിന്റെ ഡയറക്ഷനിൽ എന്ത് ചെയ്യും? മൂവ് ചെയ്യും. ഇതാണ് മോട്ടോർ പ്രിൻസിപ്പിൾ. അത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മതി. When a current carrying conductor is placed inside a magnetic field, then there will be a force on the conductor and the conductor will move in the direction of force. This is known as motor principle. Once more, എന്താണ്? ഒരു current carrying conductor ഒരു magnetic field വെച്ചാൽ ആ കണ്ടക്ടറിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. എന്നിട്ട് കണ്ടക്ടർ എന്ത് ചെയ്യും? ഫോഴ്സിന്റെ ഡയറക്ഷനിൽ എന്ത് ചെയ്യും? മൂവ് ചെയ്യും. So when a current carrying conductor is placed inside a magnetic field, then there will be a force on the conductor and the conductor will move in the direction of force. This is known as മോട്ടോർ പ്രിൻസിപ്പിൾ. എന്താണ്? മോട്ടോർ പ്രിൻസിപ്പിൾ. മക്കൾക്ക് ഓക്കെ അല്ലേ? സോ മോട്ടോർ പ്രിൻസിപ്പിൾ എന്താണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. Now listen, next one is അടുത്ത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. മക്കളെ, ഈ റൂള് നമ്മളെ ഇതിൽ പറഞ്ഞില്ല, പക്ഷേ ഇത് ഇമ്പോർട്ടൻ്റ്, അത് പഠിച്ചു വെക്കണം. ഇത് മാത്രം മക്കൾ പഠിച്ചു വെക്കുക എക്സ്ട്രാ ആയിട്ട്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമ്മൾ പറഞ്ഞു. മോട്ടോർ പ്രിൻസിപ്പിൾ പ്രകാരം കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന്റെ മുകളിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യാം. അതായത് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിനുള്ളിൽ വെക്കുന്ന സമയത്ത് ആ കണ്ടക്ടറിന്റെ മുകളിൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ആ ഫോഴ്സിന്റെ ഡയറക്ഷന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുക. സോ മക്കളെ, നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡിന്റെ തമ്പ്, ഫോർ ഫിംഗർ, മിഡിൽ ഫിംഗർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആകുന്ന രീതിയിൽ എന്ത് ചെയ്യുക? പിടിക്കുക. അപ്പോ നമുക്ക് എന്താ കാണുന്നത്? ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആ കാണുന്നത് അല്ലേ? തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുക എന്താ? ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആണ്. ഈ ഫോർ ഫിംഗർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഈ മിഡിൽ ഫിംഗറോ ഡയറക്ഷൻ ഓഫ് കറണ്ട് ആണ്. അപ്പോൾ ലിസൺ, നമുക്ക് രണ്ട് കാര്യങ്ങൾ നമുക്കറിയാം. ഒന്ന്, ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് നമുക്കറിയാം. ഓക്കെ, സോറി, ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് നമുക്കറിയാം. ഡയറക്ഷൻ ഓഫ് കറണ്ടും നമുക്കറിയാം. നമുക്ക് എന്തറിയില്ല? ഫോഴ്സ് ഓൺ ദ കണ്ടക്ടർ നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആദ്യം സെറ്റ് ചെയ്യും, പിന്നെ ഡയറക്ഷൻ ഓഫ് കറണ്ടും സെറ്റ് ആക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് നമുക്ക് കിട്ടും. ക്ലിയർ? ജസ്റ്റ് ബേസിക്സ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇൻഡെപ്തിലേക്ക് ഞാൻ പോയില്ല, കാരണം അത് ഇവിടെ ഫോക്കസ് ചെയ്യാൻ പറയാത്ത ടോപ്പിക് ആയതുകൊണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് ഓക്കെ അല്ലേ? യെസ് ഓർ നോ? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന നമുക്ക് വേണ്ട സാധനം എന്താ? ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഫോർ ഫിംഗറോ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഇതെന്താ? മിഡിൽ ഫിംഗർ എന്താ? ഡയറക്ഷൻ ഓഫ് കറണ്ടും ആയിരിക്കും. ഓൾ ഓഫ് യു ക്ലിയർ? അപ്പൊ എങ്ങനെ ഇത് റൂൾ എങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം? If stretch the thumb, forefinger, middle finger of left hand in mutually perpendicular direction. If forefinger indicates the direction of magnetic field and middle finger indicates the direction of current, then thumb indicates the direction of force. ഇതാണ് ഈ റൂൾ. All of you clear? Ready? Okay, അപ്പോൾ മോട്ടോർ പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത് പഠിച്ചു. ആ മോട്ടോർ പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യാം. അത് എങ്ങനെയുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഫിഗർ. Now you please listen മക്കളെ, ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ ഈസ് ഇലക്ട്രിക് മോട്ടർ ആണ്.
എന്താണ് ഇലക്ട്രിക് മോട്ടോർ? മക്കളെ പഠിക്കണം. എന്താണ് ഇലക്ട്രിക് മോട്ടോർ എന്ന് പറഞ്ഞാൽ? ഇലക്ട്രിക് മോട്ടോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ഇൻടു മെക്കാനിക്കൽ എനർജി. മക്കളെ പഠിക്കണം. എന്താ ഇലക്ട്രിക് മോട്ടോർ എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് എ ഡിവൈസ് യൂസ്ഡ് ടു കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ഇൻടു മെക്കാനിക്കൽ എനർജി. അതാണ് ഇലക്ട്രിക്കൽ മോട്ടോർ എന്ന് പറഞ്ഞാൽ. അടുത്ത പഠിക്കേണ്ടേ എന്താ മക്കളെ മോട്ടറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രിക് മോട്ടോർ ഈസ് മോട്ടോർ പ്രിൻസിപ്പിൾ. അതിന്റെ പേരിലുണ്ട് മോട്ടോർ പ്രിൻസിപ്പിൾ. യു ഗോട്ട് ഇറ്റ്? മോട്ടോർ പ്രിൻസിപ്പിൾ. ഇനി പഠിക്കേണ്ട അതിന്റെ എനർജി കൺവേർഷൻ എന്താ? എനർജി കൺവേർഷൻ തന്നെയാണ് ഇലക്ട്രിക്കൽ എനർജി ഇൻടു മെക്കാനിക്കൽ എനർജി. ദാറ്റ്സ് ഇറ്റ്. ഇനി പഠിക്കേണ്ടത് അതിന്റെ മെയിൻ പാർട്സ് എന്തൊക്കെയാണ്? മെയിൻ പാർട്സ് മക്കളെ ഇതാണ് ഫീൽഡ് മാഗ്നറ്റ്സ്. എന്താണ് ഫീൽഡ് മാഗ്നറ്റ്? അതിന്റെ ഉള്ളിൽ കാണുന്ന ഈ ABCD കണ്ട, ഇത് കണ്ട, ഇതാണ് മക്കളെ എന്ത്? ആർമേച്ചർ. എന്താണ്? ആർമേച്ചർ. ഈ ആർമേച്ചറിന്റെ ലീഡ്സ് ഇങ്ങനെ വന്നിട്ട് കണ്ടോ ഒരു റിങ്ങുമായി കാണിച്ചതാണ്. ഈ റിങ് കണ്ടോ, R1 R2 റിങ്സ് കണ്ടോ? ഈ റിങ്ങിനെ വിളിക്കുന്ന പേരാണ് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ. എന്താണ്? സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ. ആ റിങ്ങുമായി കാണുന്നത് ഈ ബ്ലാക്കിഷ് കളറിൽ കാണുന്നത് കണ്ടോ? ദാറ്റ് ഇസ് ബ്രഷ്. Okay, that brush is made by graphite and allotrope of carbon. കാർബണിന്റെ allotrope ആയ ഗ്രാഫൈറ്റ് കൊണ്ടാണ് ഈ ബ്രഷ് ഉണ്ടാക്കിയത്. ഇത്രയും ഡീറ്റെയിൽസ് ഓക്കെ അല്ലേ? സോ 4 പാർട്സ്: ഫീൽഡ് മാഗ്നറ്റ്, ആർമേച്ചർ, സ്പ്ലിറ്റ് റിംഗ്, ബ്രഷ്. 4 പാർട്സ് പഠിച്ചു. ഇനി വർക്കിംഗ് മക്കളെ, വർക്കിംഗ്. നമ്മൾ ഈ ഫീൽഡ് മാഗ്നറ്റ്സ് എന്ത് പ്രൊവൈഡ് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിലാണ് മക്കളെ ആരുള്ളത്? ആർമേച്ചർ ഉള്ളത്. ഈ ആർമേച്ചറിലേക്ക് ഈ സെല്ലിൽ നിന്ന് എന്ത് കൊടുക്കും? പവർ സപ്ലൈ കൊടുക്കും. എന്തിലൂടെ? ബ്രഷിലൂടെ. സ്പ്ലിറ്റ് റിംഗ് വഴി ആർമേച്ചറിലേക്ക് എന്തെത്തുന്നുണ്ട്? കറണ്ട് എത്തുന്നുണ്ട്. യു ഗോട്ട് ഇറ്റ്? അങ്ങനെ ആർമേച്ചറിലേക്ക് കറണ്ട് എത്തി. അപ്പൊ ആർമേച്ചർ എന്തായി? കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറായി. ഈ കറണ്ട് ക്യാരിയിങ് കണക്ടറായ ഈ ആർമേച്ചർ എന്തിന്റെ ഉള്ളിലാ? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിലാ. സ്വാഭാവികമായിട്ടും ആർമേച്ചറിൽ മോട്ടോർ പ്രിൻസിപ്പിൾ പ്രകാരം, കാരണം കറണ്ട് ക്യാരിയിങ് കണക്ടർ എന്തിന്റെ ഉള്ളിലാ? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിലാ. നോർത്ത് നിന്ന് സൗത്തിലേക്ക് എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. സോ സ്വാഭാവികമായിട്ടും മോട്ടോർ പ്രിൻസിപ്പിളിന്റെ ബേസിൽ ആർമേച്ചറിൽ എന്ത് ആക്ട് ചെയ്യും? ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഫോഴ്സ് കൊണ്ട് ആർമേച്ചർ എന്ത് ചെയ്യും മക്കളെ? ആർമേച്ചർ കറങ്ങും. കണ്ടോ? ലൈക്ക് ദിസ്. ആർമേച്ചർ എന്ത് ചെയ്യും? കറങ്ങും. യു ഗോട്ട് ഇറ്റ്? ഓക്കെ, ഇതാണ് അതിന്റെ വർക്കിംഗ്. ഓക്കെ, ഇനി മക്കൾ മനസ്സിലാക്കേണ്ട കാര്യം ആർമേച്ചർ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ആർമേച്ചർ സസ്റ്റെയിൻ റൊട്ടേഷൻ കിട്ടണമെങ്കിൽ, ആർമേച്ചറിന് തുടർച്ചയായി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണമെങ്കിൽ എന്ത് വേണമെന്ന് അറിയാം മക്കളെ? തുടർച്ചയായി കറങ്ങാൻ സഹായിക്കുന്ന ആളാണ് ഈ സ്പ്ലിറ്റ് റിംഗ്. സ്പ്ലിറ്റ് റിംഗിന്റെ പണി എന്താ അറിയോ? സ്പ്ലിറ്റ് റിംഗിന്റെ പണി ആർമേച്ചറിന്റെ എവറി ഹാഫ് റൊട്ടേഷനിൽ, ആർമേച്ചർ ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് ആർമേച്ചറിന്റെ ഓരോ ഹാഫ് റൊട്ടേഷനിലും ആർമേച്ചറിലൂടെയുള്ള കറണ്ടിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആക്കിക്കൊണ്ടിരിക്കും. കറണ്ടിന്റെ ഡയറക്ഷൻ, ആർമേച്ചറിലൂടെ ഒഴുകുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് ആക്കിക്കൊണ്ടേയിരിക്കും ഓരോ ഹാഫ് റൊട്ടേഷനിലും. ആരെ? ആർമേച്ചറിന്റെ. എന്നാൽ മാത്രമേ ആർമേച്ചർ ഒരു ഡയറക്ഷനിലേക്ക് സസ്റ്റെയിൻഡ് ആയി കറങ്ങിക്കൊണ്ടിരിക്കുള്ളൂ, ഒരു ഭാഗത്തേക്ക് തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുള്ളൂ. ഇല്ലെങ്കിൽ ആർമേച്ചർ കുറച്ച് അങ്ങോട്ട് കറങ്ങും, പിന്നെ ഇങ്ങോട്ട് കറങ്ങും, ഇങ്ങനെ കളിക്കുമായിരുന്നു. യു ഗോട്ട് ഇറ്റ്? അപ്പൊ സ്പ്ലിറ്റ് റിംഗിന്റെ പണി എന്താ? സ്പ്ലിറ്റ് റിംഗിന്റെ പണി എന്ന് പറഞ്ഞാൽ എന്താ? ടു റിവേഴ്സസ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ത്രൂ ആർമേച്ചർ ഇൻ എവറി ഹാഫ് റൊട്ടേഷൻ. എന്തിനാ? ഓരോ ഹാഫ് റൊട്ടേഷനിലും അതിലൂടെയുള്ള കറണ്ടിനെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയാണ് ആരുപയോഗിക്കുന്നത്? സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടർ ഉപയോഗിക്കുന്നത്. പഠിച്ചു വെക്കണം. എന്നാൽ മാത്രമേ ആർമേച്ചർ എന്ത് ചെയ്യുള്ളൂ? സസ്റ്റെയിൻ റൊട്ടേഷൻ ആവുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? കുറച്ച് അങ്ങോട്ട് കറങ്ങും, പിന്നെ കുറച്ച് ഇങ്ങോട്ട് കറങ്ങും, അങ്ങനെ കളിക്കും. അങ്ങനെ പോരാ, നമുക്ക് ഒരു ഭാഗത്തേക്ക് കറങ്ങിക്കൊണ്ടേ ഇരിക്കണം. അപ്പൊ ഈ സ്പ്ലിറ്റ് റിംഗിന്റെ പണി മക്കൾ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഒരു കുഴപ്പമില്ലല്ലോ. സോ നമ്മൾ ഏത് കംപ്ലീറ്റ് ആയടാ? ഇലക്ട്രിക് മോട്ടോർ നമ്മൾ കംപ്ലീറ്റ് ആയി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള അടുത്ത പഠിക്കാനുള്ളത് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ടോപ്പിക്കാ. ഓക്കെ, ചാപ്റ്റർ കഴിയാൻ പോവാ. Now എന്താ മക്കളെ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ? It is a device used to convert electrical energy into sound energy. Electrical energy sound energy ആക്കി മാറ്റുന്ന ഡിവൈസ് ആണ് മക്കളെ എന്ത്? ലൗഡ് സ്പീക്കർ അല്ലേ? ഈ ലൗഡ് സ്പീക്കറിലേക്ക് നമ്മൾ കൊടുക്കുക പവർ സപ്ലൈ ഉണ്ടാവും എന്തായാലും. എവിടുന്ന്? ആംപ്ലിഫയർന്ന്. എന്തായാലും ലൗഡ് സ്പീക്കറിന് കിട്ടുള്ള എന്താ? ഇലക്ട്രിക്കൽ എനർജിയാ. ലൗഡ് സ്പീക്കർ എന്താ പുറത്ത് തരിക? സൗണ്ട് എനർജിയാ. So it's a device used to convert electrical energy into sound energy. ഇനി എന്താ മക്കളെ അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ? ദാറ്റ് ഈസ് മോട്ടോർ പ്രിൻസിപ്പിൾ. എന്താണ്? മോട്ടോർ പ്രിൻസിപ്പിൾ. ഇതാണ് അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ.
ഇനി അതിന്റെ പാർട്സ് എന്തൊക്കെയാ മക്കളെ? അതിന്റെ എനർജി കൺവേർഷൻ പറഞ്ഞില്ല, സോറി. അതിന്റെ എനർജി കൺവേർഷൻ എന്താ മക്കളെ? പഠിച്ചോ. എനർജി കൺവേർഷന് ഇലക്ട്രിക്കൽ എനർജി ഇൻടു മെക്കാനിക്കൽ എനർജി, പിന്നെ എന്താക്കി മാറ്റും? സൗണ്ട് എനർജി ആക്കി മാറ്റും. ഇതാണ് എനർജി കൺവേർഷൻ. ആദ്യം ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റും, പിന്നെ അത് സൗണ്ട് എനർജി ആക്കി മാറ്റും. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമുക്ക് വർക്കിംഗ് പറയുമ്പോൾ മനസ്സിലാവും. ഇനി പഠിക്കാനുള്ള എന്താ മക്കളെ? അതിന്റെ മെയിൻ പാർട്സ് ആണ്. അതിന്റെ മെയിൻ പാർട്സ് മക്കളെ ശ്രദ്ധിക്കും. എന്താ അതിന്റെ മെയിൻ പാർട്സ്? ഇതാണ്. ഒന്ന് ഫീൽഡ് മാഗ്നറ്റ്. കണ്ടോ? ഇതാണ് ഫീൽഡ് മാഗ്നറ്റ്. കണ്ടില്ലേ? അത് റൗണ്ട് ഷേപ്പിലാണ് ഉണ്ടാവുക. ഇപ്പൊ ഇങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ, ക്രോസ് സെക്ഷൻ ആയതുകൊണ്ട് അങ്ങനെ കാണിച്ചത്. എന്താണ്? ദിസ് ഈസ് ഫീൽഡ് മാഗ്നറ്റ്. പിന്നെ ഈ ഫീൽഡ് മാഗ്നറ്റിന് ഉള്ളിലായി കാണുന്നുണ്ടോ? ഇതുണ്ടോ? ഇതിങ്ങനെ കുറെ ടേൺസ് ആയിട്ടാണ് ഉണ്ടാവുക കേട്ടോ. ഇതെന്താണ്? വോയിസ് കോയിൽ മക്കളെ, വോയിസ് കോയിൽ, ഫീൽഡ് മാഗ്നറ്റ്. മൂന്നാമത്തെ പാർട്ട് മക്കളെ ഡയഫ്രം. ഈ ഡയഫ്രം നോക്കിക്കേ. ഈ ഡയഫ്രം വോയിസ് കോയിലുമായി അറ്റാച്ച് ചെയ്തല്ലേ? ഈ ഡയഫ്രം നോക്കിക്കേ, വോയിസ് കോയിലുമായി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആരെ? ഡയഫ്രത്തെ. ഇതാണ് മെയിൻ പാർട്സ്. എന്തൊക്കെയാണ്? ഫീൽഡ് മാഗ്നറ്റ്, വോയിസ് കോയിൽ, ഡയഫ്രം. ഇതാണ് ഇതിന്റെ മെയിൻ പാർട്സ്. എന്തിന്റെ? മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിന്റെ പാർട്സ് ചോദിക്കുകയാണെങ്കിൽ ഇത് പറഞ്ഞാൽ മതി. ഇനി വർക്കിംഗിലേക്ക് ഞാൻ കടക്കാൻ പോവാണ്. മക്കളെ, ഓൾ ഓഫ് യു പ്ലീസ് ലിസൺ. ഞാൻ വർക്കിംഗ് പറയാൻ പോവാണ്. നമ്മുടെ ആംപ്ലിഫയർ എന്നാണ്. നമ്മൾ മൈക്കിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ സൗണ്ട് എന്താക്കി മാറ്റും? ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റും. ആ ഇലക്ട്രിക്കൽ എനർജി വളരെ വീക്ക് ആയിരിക്കും. അത് നേരെ ആംപ്ലിഫയറിൽ കയറ്റും. അപ്പോൾ ആ ഇലക്ട്രിക് സിഗ്നൽ വീക്കായ നമ്മളുടെ സൗണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രിക് സിഗ്നൽ ആംപ്ലിഫയർ സ്ട്രെങ്തൻ ചെയ്യും. ആ സ്ട്രെങ്തൻ ചെയ്ത ആ സിഗ്നൽ എന്ത് ചെയ്യും? നേരെ നമ്മുടെ സ്പീക്കറിലേക്ക് വരും. അത് അവിടെ വരുന്നത് കണ്ടോ? ഇലക്ട്രിക് സിഗ്നൽ ഫ്രം ആംപ്ലിഫയർ. എന്താണ്? ഇലക്ട്രിക് സിഗ്നൽ ഫ്രം ആംപ്ലിഫയർ. സോ ഇവിടുന്ന് ഇങ്ങനെ കറണ്ട്, ഒരു കറണ്ട് തന്നെയാണ്. ഇലക്ട്രിക് സിഗ്നൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കറണ്ട് ഉണ്ടാവും. അപ്പൊ ആ കറണ്ട് ഇങ്ങനെ നമ്മുടെ എന്തിലേക്ക് കയറുന്നു മക്കളെ? നമ്മുടെ ഈ വോയിസ് കോയിലിലേക്ക് ആ കറണ്ട് കയറുമ്പോൾ ഈ വോയിസ് കോയിൽ ഓൾറെഡി ഉള്ളത് എവിടെയാണ്? ഫീൽഡ് മാഗ്നറ്റ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിൽ ആരുള്ളത്? നമ്മുടെ വോയിസ് കോയിൽ ഉള്ളത് അല്ലേ? അപ്പൊ വോയിസ് കോയിൽ ഉള്ളത് ഫീൽഡ് മാഗ്നറ്റ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിലായത് കൊണ്ട് മോട്ടോൺ പ്രിൻസിപ്പിൾ പ്രകാരം ഇതൊരു കറണ്ട് ക്യാരിയിങ് വോയിസ് കോയിൽ ആയിപ്പോ. ഓക്കെ, ഇപ്പൊ ഇത് കറണ്ട് ക്യാരിയിങ് വോയിസ് കോയിലാ. അപ്പൊ കറണ്ട് ക്യാരിയിങ് വോയിസ് കോയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിലാണുള്ളത് അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും ഈ വോയിസ് കോയിലിൽ ഒരു ഫോഴ്സ് എന്ത് ചെയ്യും? ഉണ്ടാവും. ആ ഫോഴ്സ് കൊണ്ട് ഈ വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യും. ആ ഫോഴ്സ് കൊണ്ട് വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് വോയിസ് കോയിലുമായി കണക്ട് ചെയ്ത ഈ ഡയഫ്രം കണ്ടങ്ങൾ, ഈ ഡയഫ്രം വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ഈ ഡയഫ്രം എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും. ഈ ഡയഫ്രം എന്ത് സ്റ്റാർട്ട് ചെയ്യും? വൈബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും മക്കളെ? സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഈസ് ഇറ്റ് ക്ലിയർ? ഇതാണ് വർക്കിംഗ് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ആംപ്ലിഫയറിന് ഇലക്ട്രിക് സിഗ്നൽ എങ്ങോട്ടേക്ക് വരും? വോയിസ് കോയിലിലേക്ക് വരും. അങ്ങനെ വോയിസ് കോയിൽ എന്താണ്? കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറായി മാറി ഇൻസൈഡ് എ മാഗ്നറ്റിക് ഫീൽഡ് ദാറ്റ് ഈസ് പ്രൊവൈഡഡ് ബൈ ദിസ് ഫീൽഡ് മാഗ്നറ്റ്. ഓക്കെ, അപ്പോൾ മോട്ടോർ പ്രിൻസിപ്പിൾ പ്രകാരം അവിടെ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ആ ഫോഴ്സ് കൊണ്ട് വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യും. വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് വോയിസ് കോയിലുമായി കണക്ട് ചെയ്ത ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് ഓക്കെ ആണോ? Yes or no? Fine. Now listen, ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ മക്കൾ നോക്കിക്കേ, ഇലക്ട്രിക്കൽ എനർജി ഇങ്ങനെ വരുന്നു. അതിവിടെ എന്താക്കി മാറ്റി? മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റി. പിന്നെ ഇവിടെ എന്തായി മാറി? സൗണ്ട് എനർജി ആയി മാറി. അത് നമ്മൾ എനർജി കൺവേർഷനിലെ കാര്യം പറഞ്ഞത്. ക്ലിയർ? The chapter is over. Chapter completed. Now listen. ഇനി അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, ശ്രദ്ധിക്കട്ടാ. Listen. AB is the direction of magnetic field and CD is a conductor. മക്കളെ നന്നായി ശ്രദ്ധിക്കണം. AB എന്താണ്? AB എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. സോ ഇത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ്. മുകളിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് കേട്ടോ. ആൻഡ് CD is a conductor. ഈ CD എന്താ മക്കളെ? ഇതൊരു കണ്ടക്ടർ ആണ് കേട്ടോ. ഓക്കെ, which is able to move perpendicular to the direction of magnetic field. അപ്പോൾ ഈ AB എന്ന കണ്ടക്ടറിന് എന്ത് ചെയ്യാം? ഈ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയി മൂവ് ചെയ്യാൻ പറ്റും. ഈ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയി മൂവ് ചെയ്യാൻ എങ്ങനെ? CD-ക്ക് ഒന്നുകിൽ ഇങ്ങനെ എങ്ങോട്ടേക്ക് വരാം, അല്ലെങ്കിൽ ഈ പേപ്പറിന്റെ ഉള്ളിലേക്ക് പോവാം അല്ലേ? അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ അല്ലേ? ഇതൊക്കെ ആണ്. സോ ഒന്നുകിൽ പുറത്തേക്ക് ഇങ്ങോട്ട് വരാം, അല്ലെങ്കിൽ ഉള്ളിലേക്ക് പോവാം. ആർക്ക്? CD-ക്ക്. അതാ ക്വസ്റ്റ്യനിൽ പറഞ്ഞു. മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയി മൂവ് ചെയ്യാൻ പറ്റുന്ന ആർക്ക്? CD എന്ന കണ്ടക്ടറിന് കേട്ടോ. ഓക്കെ, ഇനി ഇഫ് കറണ്ട് ഫ്ലോസ് ടു ദ കണ്ടക്ടർ, ഈ CD കൂടെ കറണ്ട് ഒഴുകുന്നുണ്ട്, then there will be a force on the conductor. അപ്പോൾ ഈ കണ്ടക്ടറിന്റെ മുകളിൽ എന്ത് ആക്ട് ചെയ്യും? ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ഓക്കെ, in a direction perpendicularly upwards on the plane of the paper. ഓക്കെ, അപ്പോൾ CD എന്ന ഈ കണ്ടക്ടറിൽ ഒരു കറണ്ട് ഒഴുകുന്ന സമയത്ത്
ഈ ഒരു സി ഡി എന്ന കണ്ടക്ടറിന് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും മോട്ടോർ പ്രിൻസിപ്പിൾ പ്രകാരം. കാരണം എന്താ, ഈ സി ഡി എന്ന കണ്ടക്ടറുള്ള എവിടെ മക്കളെ, ഈ മാഗ്നറ്റിക് ഫീൽഡിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മോട്ടോർ പ്രിൻസിപ്പിൾ പ്രകാരം ഈ സി ഡിയിൽ എന്ത് ആക്ട് ചെയ്യും, ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഫോഴ്സ് എങ്ങോട്ടേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, in a direction perpendicularly upwards on the plane of the paper. ഇതാണ് സി ഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ. അതായത് എങ്ങോട്ടേക്ക്, ഇങ്ങോട്ടേക്ക്. ഓക്കെ അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഇനി ക്വസ്റ്റ്യൻ, പക്ഷേ കറണ്ട് സി ഡിയിലുള്ള കറണ്ട് സിന്ന് ഡിയിലേക്കാണോ ഡിന്ന് സിയിലേക്കാണോ ഉള്ളത് പറഞ്ഞില്ല. ഓക്കെ ഫൈൻ. ഇനി നോക്കടാ, ഇൻ വിച്ച് ഡയറക്ഷൻ ഇലക്ട്രോൺ വിൽ മൂവ്. നല്ല ക്വസ്റ്റ്യൻ. ഏത് ഡയറക്ഷനിലാണ് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നതെന്ന്, സിന്ന് ഡിയിലേക്കാണോ ഡിന്ന് സിയിലേക്കാണോ? അപ്പോൾ ആദ്യം നമുക്ക് സി ഡിയിലുള്ള കറണ്ട് എങ്ങോട്ടേക്കാന്നുള്ളത് അറിയണം. കറണ്ട് എങ്ങോട്ടേക്കാണോ അതിന് ഓപ്പോസിറ്റിലേക്ക് ആര് പോവുക, ഇലക്ട്രോൺസ് പോവുക. സോ ലിസൺ, സി ഡിയിൽ കറണ്ട് എങ്ങോട്ടേക്കാന്നുള്ളത് അറിയാൻ വേണ്ടി ഞാൻ ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യാൻ പോവാം. ഓക്കെ, ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ പ്രകാരം ഇതെന്താ മാഗ്നറ്റിക് ഫീൽഡ്, ഇതെന്താ കറണ്ട്, ഇതെന്താ ഫോഴ്സ്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡും തന്നിട്ടുണ്ട്, എന്തും ഫോഴ്സും തന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, സോ ലിസൺ, മാഗ്നറ്റിക് ഫീൽഡ് മുകളിലേക്ക്, ഫോഴ്സ് ഇങ്ങോട്ടേക്ക്, സി ഡി ഇങ്ങോട്ടേക്കല്ലേ മൂവ് ചെയ്യുന്നത്. സോ മാഗ്നറ്റിക് ഫീൽഡ് ഓക്കെ, ഫോഴ്സും ഓക്കെ. അപ്പൊ കറണ്ട് അങ്ങോട്ടാവണം. യു ഗോട്ട് ഇറ്റ്. ഞാൻ മാഗ്നറ്റിക് ഫീൽഡ് സെറ്റാക്കി, പിന്നെ ഫോഴ്സിൻ്റെ സെറ്റാക്കി. അപ്പോൾ മിഡിൽ ഫിംഗർ ആയ കറണ്ട് എങ്ങോട്ടേക്കാണുള്ളത്, അങ്ങോട്ടേക്ക്. ദാറ്റ് മീൻസ് ഫ്രം സി ടു ഡി. അപ്പോൾ കറണ്ട് എങ്ങോട്ടേക്കാ മനസ്സിലായി, സിന്ന് ഡിയിലേക്കാന്നുള്ളത് മനസ്സിലായി. അപ്പോൾ സിന്ന് ഡിയിലേക്ക് കറണ്ട് ഒഴുകിയാൽ മാത്രമേ ഇവിടെ ഈ കേസിൽ സി ഡി എന്ന കണ്ടക്ടർ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുള്ളൂ. ഓൾ ഓഫ് യു ക്ലിയർ? കറണ്ട് ഓപ്പോസിറ്റ് ആക്കിയാൽ സി ഡി ഉള്ളിലേക്കാണ് പോവാ. കാര്യം മനസ്സിലാവുണ്ടല്ലോ മക്കളെ? നൗ ലിസൺ. അപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യൻ കറണ്ട് എങ്ങോട്ടേക്കാന്നല്ല, ഇലക്ട്രോൺസ് എങ്ങോട്ടേക്കാ ഫ്ലോ ചെയ്യാന്ന് ചോദിച്ചല്ലേ. അപ്പോൾ സിന്ന് ഡിയിലേക്കാണ് കറണ്ട് ഒഴുകുന്നത്. സോ ഇലക്ട്രോൺസ് എങ്ങോട്ടേക്കാ, ഡിന്ന് സിയിലേക്കാ പോവാ. ശരിയല്ലേ? സോ ഡിന്ന് സിയിലേക്കാണ് ആരെ മൂവ്മെന്റ്, ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ്. സോ ഫ്രം ഡി ടു സി ആണ് എന്ത് മൂവ് ചെയ്യുക, ഇലക്ട്രോൺസ് മൂവ് ചെയ്യുക. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഓക്കെ അല്ലേ? നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ലോ ഹെൽപ്സ് ടു ഫൈൻഡ് ദ എബവ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഇതിന് ആൻസർ കണ്ടെത്താൻ നമ്മൾ സഹായിച്ച ലോ ഏതാ? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഓക്കെ, നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ പറഞ്ഞു, വാട്ട് എഫക്റ്റ് വിൽ പ്രൊഡ്യൂസ്. ശ്രദ്ധിക്കാം, ബി ഓക്കെ. വാട്ട് എഫക്റ്റ് വിൽ പ്രൊഡ്യൂസ് ദിസ് ടൈപ്പ് ഓഫ് ഫോഴ്സ് ഇൻ ദ ആർമേച്ചർ ഓഫ് ഇലക്ട്രിക് മോട്ടോർ. ഈ ടൈപ്പ് ഫോഴ്സ് ഇലക്ട്രിക് മോട്ടോറിന്റെ ആർമേച്ചറിൽ എന്ത് എഫക്റ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുക? എന്താ? റൊട്ടേറ്റിംഗ് എഫക്റ്റ് അല്ലേ? ഇവിടെ ആ ആർമേച്ചറിന്റെ മുകളിൽ ഈ മോട്ടോർ പ്രിൻസിപ്പിളുള്ള ഫോഴ്സ് കൊണ്ടല്ലേ ആർമേച്ചർ കറങ്ങിയത് അല്ലേ? അപ്പോൾ റൊട്ടേറ്റിംഗ് എഫക്റ്റ് ഉണ്ടാക്കി, ആർമേച്ചർ കറങ്ങാൻ സഹായിച്ചു. ശരിയല്ലേ ഈ ഫോഴ്സ്? ഓക്കെ ഫൈൻ. അപ്പോൾ ആൻസർ എഴുതിയാൽ മതി, ഫുൾ മാർക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ റിഗാർഡിംഗ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തത് ഏതാ ശരിയെന്ന് നോക്ക്. Thumb indicates the direction of motion of conductor. Okay, അവിടെ നിൽക്കട്ടെ. Forefinger indicates the direction of current. ഇതാ forefinger. ഇത് direction of magnetic field. Direction of current അല്ല, ഇത് തെറ്റാ. Middle finger indicates the direction of magnetic field. Middle finger indicate ചെയ്യുക കറണ്ടാ, magnetic field അല്ല. സോ ഇതും തെറ്റാ. സോ ഇനി എ ഒന്നുകൂടി വായിച്ചു നോക്ക്. Thumb indicates the direction of motion of conductor. അത് ശരിയല്ലേ? ശരിയാണ്. എന്താ കാരണം? സാധാരണ നമ്മൾ പറയാ തമ്പ് ഇൻഡിക്കേറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് എന്നാ പറയാം. എടാ ഫോഴ്സ് എങ്ങോട്ടേക്കാണോ അങ്ങോട്ടേക്കല്ലേ കണ്ടക്ടർ മൂവ് ചെയ്യുക ആണ്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ എന്തും പറയാം, ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് കണ്ടക്ടർ എന്ന് പറഞ്ഞാലും തെറ്റില്ല. ഫോഴ്സിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ കണ്ടക്ടർ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറഞ്ഞാലും തെറ്റില്ല. സോ എന്താണ് കറക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് വൺ ഈസ് ലിസൺ. ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. മക്കളെ ശ്രദ്ധിക്കണം, ഈ ഡയഗ്രാം നമ്മൾ നേരത്തെ കണ്ട ഡയഗ്രാം തന്നെ അല്ലേ? നോക്കാം. when current flows through the circuit, then what happens to the system? എന്താ സംഭവിക്കുക? ഈ സർക്യൂട്ടിലൂടെ കറണ്ട് പോകുന്ന സമയത്ത് എന്താണ്? there will be a force on the conductor AB and AB will move in the direction of force. ആ സംഭവിക്കുക. Now listen, what is the reason for it? എന്താ കാരണം? മോട്ടോർ പ്രിൻസിപ്പിൾ ആണ് അതിന് കാരണം അല്ലേ? കാരണം എന്താ? when a current carrying conductor is placed inside a magnetic field, then there will be a force on the conductor and the conductor will move in the direction of force. അത് പറഞ്ഞാൽ മതി. നെക്സ്റ്റ് അപ്പോൾ എ പറഞ്ഞു, ബി പറഞ്ഞു, സി എന്താ? വിച്ച് ലോ ഈസ് യൂസ്ഡ് ഇൻ ദ എബവ് കേസ്. ഓക്കെ, ഏത് ലോ ആണ് നിങ്ങൾ യൂസ് ചെയ്ത്? ഏതാ മോളിൽ പറഞ്ഞത്? ഏത് ലോ? മോട്ടോർ പ്രിൻസിപ്പിൾ അല്ലേടാ. ഓക്കെ, നെക്സ്റ്റ്
ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. നോക്കാം, ഒരു സോളിനോയിഡ് ആണ്, കറണ്ട് ക്യാരിങ് സോളിനോയിഡ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ എ. If the coil wound at A in anti-clockwise direction, ഇവിടെ anti-clockwise ആണ്, anti-clockwise ആണ്. ഓക്കെ, anti-clockwise directionലാണ് കറണ്ട് ഉള്ളത് എയിൽ കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ then find the pole at A. അങ്ങനെയാണെങ്കിൽ എന്റെ പോൾ എന്താ? എടാ ആന്റി ക്ലോക്ക് വൈസ് കറണ്ട് ആണ് എങ്കിൽ എയിൽ പോള് മക്കളെ നോർത്ത് പോൾ അല്ലേ, ശരിയല്ലേ? ഏതാണ്? നോർത്ത് പോൾ. ഓക്കെ, ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നോർത്ത് പോൾ. സോ ഇഫ് ദ കോയിൽ wound at A is in anti clockwise direction, then find the pole at A. അപ്പോൾ ലിസൺ, ഇവിടുന്ന് കറണ്ട് ഇങ്ങനെ പോവും, ഇവിടുന്ന് ഇങ്ങനെ പോണ സമയത്ത് ആന്റി ക്ലോക്ക് വൈസിൽ കറണ്ട് പോവും. ആന്റി ക്ലോക്ക് വൈസ് കറണ്ട് പോയാൽ അത് ഏത് പോളാ? ഒന്നും നോക്കണ്ട, നോർത്ത് പോളാ. ഓക്കെ, നെക്സ്റ്റ്, what happens if the direction of current changes, okay, and a north pole bring near to A? അപ്പോൾ രണ്ട് കാര്യങ്ങളാ. ഒന്ന്, എന്ത് സംഭവിക്കും മക്കളെ നിങ്ങൾ അവിടുത്തെ കറണ്ടിന്റെ ഡയറക്ഷൻ ചേഞ്ച് ആക്കിയാൽന്ന്? അവിടുത്തെ കറണ്ടിന്റെ ഡയറക്ഷൻ ചേഞ്ച് ആക്കിയാൽ നേരത്തെ ഇവിടെ ആന്റി ക്ലോക്ക് വൈസ് പോയ ആൾ ഇപ്പം എന്താവും? ക്ലോക്ക് വൈസിലാവും. കറണ്ട് ഓപ്പോസിറ്റ് ആക്കി. നേരത്തെ കറണ്ട് ഇങ്ങനെ പോയിനി, ഇനി കറണ്ട് ഇങ്ങനെ അല്ല പോണത്, ഇവിടുന്ന് ആ കറണ്ട് ഇങ്ങനെ വന്ന് ഇവിടുന്ന് ഇങ്ങനെ താഴേക്ക് ഇറങ്ങണേ. അപ്പോൾ അവിടെ ഇനി എന്താവും? ക്ലോക്ക് വൈസ് കറണ്ട് ആവും. ക്ലോക്ക് വൈസ് കറണ്ട് ആവും. ക്ലോക്ക് വൈസ് കറണ്ട് ആവുന്ന സമയത്ത് മക്കളെ അത് എന്ത് പോളായി മാറി? സൗത്ത് പോളായി മാറി, ശരിയല്ലേ? അപ്പോൾ എ ഏത് പോളാ? സൗത്ത് പോൾ. ഇനി അടുത്ത എന്താ പറഞ്ഞു? ആൻഡ് എ നോർത്ത് പോൾ ബ്രിങ് നിയർ ടു എ. എന്നിട്ടോ ഒരു നോർത്ത് പോള് എന്റെ അടുത്ത് കൊണ്ടുവരിക. ഒരു നോർത്ത് പോള് എന്റെ അടുത്ത് കൊണ്ടുവന്നാൽ ഈ നോർത്ത് പോളും ഈ എ ഇപ്പൊ സൗത്ത് പോളാ, ഈ നോർത്ത് പോളും എയും തമ്മിൽ അട്രാക്ഷൻ ഉണ്ടാവൂലേ? നോർത്ത് സൗത്ത് അട്രാക്ട് ചെയ്യൂലേ? അപ്പൊ എന്താ സംഭവിക്കുക? ദ നോർത്ത് പോൾ വിൽ അട്രാക്റ്റഡ് ബൈ എ. എന്ത് ചെയ്യും? നോർത്ത് പോളിന് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഈസ് ഗിവൺ ഇൻ ഫിഗർ. ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. മക്കളെ ശ്രദ്ധിക്കാം. At the center, what will be the direction of magnetic field? So ഇവിടെ നിങ്ങൾ എന്ത് കാണണം? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കാണണം. ആദ്യം നമുക്ക് കാണാം. സോ ലിസൺ, ഇവിടെ നോക്കിയേ, നമുക്ക് ഈ ഒരു സർക്കുലർ കറണ്ട് ലൂപ്പ് കുറേ കുഞ്ഞു പീസാക്കാം. കുറേ സ്മോൾ പീസാക്കുകയാണെങ്കിൽ ഓരോന്നും ഓരോ സ്ട്രെയിറ്റ് കണ്ടക്ടർ അല്ലേ? ഓരോന്നും എന്താ? ഓരോ സ്ട്രെയിറ്റ് കണ്ടക്ടർ അല്ലേ? ഇതൊരു സ്ട്രെയിറ്റ് കണ്ടക്ടർ ആണ്, ഇത് സ്ട്രെയിറ്റ് കണ്ടക്ടർ, ഇതൊക്കെ എന്താണ്? സ്ട്രെയിറ്റ് കണ്ടക്ടറാ. അപ്പോൾ ഈ സ്ട്രെയിറ്റ് കണ്ടക്ടർ ആ ഉണ്ടാക്കുന്ന ഫീൽഡ് ഉള്ളിലേക്ക്, ഇയാളും ഉള്ളിലേക്ക്. ഓക്കെ, ഇനി മുകളിലത്തെ ആൾ നോക്കുകയാണെങ്കിൽ മുകളിലത്തെ ആളും ഇവിടുന്ന് പുറത്ത് വന്ന് ഇവിടുന്ന് ഉള്ളിലേക്കാണ് വരിക. ഇവിടുത്തെ ആളോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഉള്ളിലേക്ക്. അപ്പോൾ ഓരോ ചെറിയ സെഗ്മെന്റ്സ് നമ്മൾ എടുക്കുകയാണെങ്കിലും ആ ഓരോ ചെറിയ സെഗ്മെന്റ്സും സെൻട്രൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടേക്കാ? ഉള്ളിലേക്ക്. അപ്പോൾ എന്താ? ഈ സെൻട്രൽ ഫീൽഡ് എങ്ങോട്ടേക്കാ? ഉള്ളിലേക്ക്. ക്ലിയർ? സോ ആൻസർ എന്താ? ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദി പേപ്പർ. ഓക്കെ, നൗ ലിസൺ, നെക്സ്റ്റ് അടുത്ത. അപ്പോൾ എ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു. ഇഫ് വി ബ്രിങ് എ നോർത്ത് പോൾ, നമ്മൾ ഒരു നോർത്ത് പോൾ കൊണ്ടുവരികയാണ്. നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു നോർത്ത് പോൾ കൊണ്ടുവരികയാണ്. എങ്ങോട്ടേക്കാ? ശ്രദ്ധിക്കുക. ടുവാർഡ്സ് ദ സർക്കുലർ കറണ്ട് ക്യാരിങ് ലൂപ്പ്, ഇതിൻ്റെ അടുത്തേക്ക് കേട്ടോ. ഇൻ ദ ഫേസ് ദാറ്റ് യു സീ, നിങ്ങൾ ഈ കാണുന്ന ഈ ഫേസിലേക്ക് ആരെ കൊണ്ടുവരുന്നു? ഒരു നോർത്ത് പോളിനെ കൊണ്ടുവരുന്നു. ഓക്കെ, then what will happens? എന്താ സംഭവിക്കുക മക്കളെ? ഇത് ക്ലോക്ക് വൈസ് കറണ്ട് അല്ലേ? സോ ഈ കാണുന്ന ഭാഗം സൗത്ത് പോൾ അല്ലേന്ന്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഫേസ് സൗത്ത് പോളാ, അതിനടുത്തേക്ക് നിങ്ങൾ നോർത്ത് പോൾ കൊണ്ടുവരുമ്പോൾ there will be attractive force. ഓക്കെ, എന്താണ്? ഈ ഒരു സർക്കുലർ ലൂപ്പ് എന്ത് ചെയ്യും? വിൽ അട്രാക്ട് ദ നോർത്ത് പോൾ. ആ നോർത്ത് പോൾ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. ഓക്കെ, അപ്പം ബി ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒബ്സർവ് ദ ഫിഗർ. ഈ ഫിഗർ ഒബ്സർവ് ചെയ്യാം. എന്നിട്ടോ if we place a compass above the conductor AB, അപ്പോൾ above the conductor AB പറഞ്ഞാൽ ഇവിടെ മുമ്പിൽ ഇവിടെ അല്ലേ? ഓക്കെ, then the direction of motion of south pole will be, അപ്പം സൗത്ത് പോൾ എങ്ങോട്ടേക്കാ പോവാന്ന്? കോമ്പസിന്റെ സൗത്ത് പോൾ. ഓക്കെ, എടാ മക്കളെ ശ്രദ്ധിക്കുക, ഞാൻ കൂടി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കോമ്പസിനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുമ്പോൾ ആ വെക്കുന്ന സ്ഥലത്ത് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടേക്കാണോ ആ ഡയറക്ഷനിലേക്കാണ് കോമ്പസിന്റെ നോർത്ത് പോൾ എന്ത് ചെയ്യുക? ഡയറക്റ്റ് ചെയ്യുക. അപ്പോൾ സൗത്ത് പോളോ? അതിന് ഓപ്പോസിറ്റിലേക്ക്. യു ഗോട്ട് ഇറ്റ്? സോ സൗത്ത് പോൾ എങ്ങോട്ടേക്കാ തിരിയാന്ന് ചോദിച്ചല്ലേ? എവിടെ വെക്കുമ്പോൾ? ഇവിടെ വെക്കുമ്പോൾ. മക്കളെ ഒന്ന് നോക്കിക്കേ, ഇത് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. കറണ്ട് എങ്ങോട്ടേക്കാ? മുകളിലേക്ക്. ഓക്കെ, കറണ്ട് മുകളിലേക്കാണ് പോണത്. കറണ്ട് മുകളിലേക്ക് പോണ സമയത്ത് ഫീൽഡ് എങ്ങനെ ഉണ്ടാവുക? ഇങ്ങനെ. ഫീൽഡ് ലൈക്ക് ദിസ്, ഇങ്ങനെ ഉണ്ടാവും. ഇവിടുന്ന് ഉള്ളിലേക്ക്, ഇവിടുന്ന് പുറത്തേക്ക്, ഇവിടെ റൈറ്റ് സൈഡിലേക്ക്.
ഓക്കെ, അപ്പോൾ ഈ മുകൾ ഭാഗത്ത് ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ഫീൽഡ് ഉണ്ടാവുക, ഇങ്ങനെ ഫീൽഡ് ഉണ്ടാവുക. ഈ ഭാഗത്ത് എങ്ങോട്ടേക്കാ ഫീൽഡ്? അങ്ങോട്ടേക്ക്, ആ ഭാഗത്തേക്ക്. ആ ഭാഗത്തേക്ക് പറഞ്ഞാൽ എങ്ങോട്ടേക്ക്? ഈസ്റ്റിലേക്ക്. യു ഗോട്ട് ഇറ്റ്. അപ്പം നമ്മൾ പറഞ്ഞ ഈ ഒരു പ്ലേസിൽ മാഗ്നറ്റിക് ഫീൽഡ് ഈസ്റ്റിലേക്കാണ്. അപ്പോൾ അവിടെ കോമ്പസ് കൊണ്ടുപോയി വെച്ചാൽ കോമ്പസിന്റെ നോർത്ത് പോൾ ഈസ്റ്റിലേക്കാണ് ഡയറക്റ്റ് ചെയ്യുക. അപ്പോൾ സൗത്ത് പോളോ? വെസ്റ്റിലേക്ക്. സോ ആൻസർ ഈസ് ടുവാർഡ്സ് വെസ്റ്റ്. സിമ്പിൾ ക്വസ്റ്റ്യൻ, കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ, നല്ല ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി അടുത്ത. അപ്പോൾ ഇത് ഓക്കെ. ഓക്കെ, നൗ ഡെപ്പിക്ട് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് ദ കണ്ടക്ടർ. അതായത് വൃത്തിയാക്കി AB വരച്ചിട്ട് ഇങ്ങനെ വൃത്തിയിൽ ഇങ്ങനെ വരച്ചാൽ മതി കേട്ടോ. ലൈക്ക് ദിസ്, ഇങ്ങനെ വരച്ചാൽ മതി. ഓക്കെ, റെഡി? ഓക്കെ, വരച്ചു. നെക്സ്റ്റ്, how can we change the direction of magnetic field around the conductor AB? നമുക്ക് ഈ ABക്ക് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യാം? ചേഞ്ച് ചെയ്യാൻ ഇതിൻ്റെ ഈ സെല്ലിൻ്റെ പൊളാരിറ്റി ചേഞ്ച് ആക്കിയാൽ മതി, അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് കറണ്ട് റിവേഴ്സ് ആക്കിയാൽ മതി. രണ്ടും പറയാം. അപ്പോൾ ഇവിടെ ഇത് പ്ലസും ഇത് മൈനസും ആക്കുമ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറും, കറണ്ട് ഇങ്ങനെ ആവും അല്ലേ? അപ്പോൾ അൾട്ടിമേറ്റ്ലി AB എന്ന കണ്ടക്ടറിലെ എന്ത് മാറ്റുക? ഡയറക്ഷൻ ഓഫ് കറണ്ട് എന്ത് ചെയ്യുക? റിവേഴ്സ് ചെയ്യുക. അപ്പോൾ അവർ പറഞ്ഞ മാതിരി എന്ത് മാറും? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ABക്ക് ചുറ്റുമുള്ള എന്ത് ചെയ്യും? ചേഞ്ച് ആവും. ദാറ്റ്സ് ഓൾ. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following law help to find the force on a current carrying conductor when it is placed inside a magnetic field? ഏത് ലോ ആണ് ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കാണാൻ സഹായിക്കുക എന്നാണ് ഉദ്ദേശിച്ചത്? സോ ഏതാ മക്കളെ? ജൂൾസ് ലോ ആണോ? തെറ്റ്. അല്ല. ജൂൾസ് ലോ ഹീറ്റ് ഉണ്ടാകുന്ന ലോ അല്ലേ? റൈറ്റ് ഹാൻഡ് സ്ക്രൂ ആണോ? അല്ല, തെറ്റ്. ഓക്കെ, നമുക്ക് ഫോഴ്സ് അല്ലേ കാണേണ്ടത്. സോ ദാറ്റ് ഈസ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഈസ് യു ക്ലിയർ? ഓക്കെ ആണോ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ്. അപ്പോൾ മക്കളെ നമ്മൾ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കി. അതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ നല്ല രീതിയിൽ പഠിക്കും. ഓരോ പോയിന്റ്സും ഞാൻ ക്ലാസ്സിൽ പറഞ്ഞ ഓരോ പോയിന്റ്സും മനസ്സിലാക്കി വെക്ക്. ഓരോന്നും വൃത്തിയായിട്ട് കൺസെപ്ച്വലായിട്ട് മനസ്സിലാക്കി വെക്ക്. എന്ത് ചോദിച്ചാലും ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് അടുത്ത ചാപ്റ്ററുമായി വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.